എന്തായാലും നമുക്ക് മഴ മുന്നറിയിപ്പുണ്ട് അശ്വതി. മഴ ചതിക്കോ? അതാണ് ആ ഒരു സംശയം ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. നമുക്ക് വീണയോട് തന്നെ ചോദിക്കാം. സംസ്ഥാനത്ത് ഇന്നും മഴയ്ക്ക് സാധ്യത. തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ അടുത്ത 3 മണിക്കൂറിൽ മഴ മുന്നറിയിപ്പാണ്. തിരുവോണ ദിനമായ നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ്. വീണയുണ്ട് വിവരങ്ങൾ നൽകാൻ. വീണ, മലയാളികളുടെ ഓണം അത് വെള്ളത്തിലാകുമോ? എന്താണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്ന മുന്നറിയിപ്പ്? അശ്വതി രാഖി, കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് പ്രകാരം മലയാളികളുടെ ഓണം വെള്ളത്തിലാകുമെന്നാണ് ഏറെക്കുറെ നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുന്നത്. പക്ഷേ വരുന്ന മണിക്കൂറുകളിൽ കാലാവസ്ഥയിൽ മാറ്റമുണ്ടാകുമെന്നുള്ളൊരു ശുഭപ്രതീക്ഷയും ഉണ്ട് എന്നുള്ളതാണ്. ഇന്നിപ്പോൾ വരുന്ന അടുത്ത 3 മണിക്കൂറിലാണ് ശക്തമായിട്ടുള്ളൊരു മഴയ്ക്ക് സാധ്യതയെന്നാണ് രാവിലെ 7 മണിക്ക് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറത്തിറക്കിയ നിർദ്ദേശത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന 6 ജില്ലകളിലാണ് ഇപ്പോൾ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്, 6 ജില്ലകളിൽ വരുന്ന 3 മണിക്കൂറിൽ, അതായത് 10 മണി വരെ, 7 മണി മുതൽ 10 മണി വരെയുള്ള ഈ ഒരു മണിക്കൂറിൽ ശക്തമായിട്ടുള്ള മഴ ലഭിക്കുമെന്നാണ് പറയുന്നത്. തിരുവനന്തപുരത്ത് തെളിഞ്ഞ കാലാവസ്ഥയാണെന്ന് നമുക്ക് പറയാം. മഴ ഇപ്പോൾ തോന്നു നിൽക്കുന്ന അവസ്ഥയാണെങ്കിൽ പോലും ഇന്ന് പുലർച്ചെ പലയിടങ്ങളിലും ശക്തമായിട്ടുള്ള മഴ ലഭിച്ച ഒരു സാഹചര്യമുണ്ട്. ഇപ്പോഴും കാർമേഘം മൂടിക്കിടക്കുന്ന ഒരു അന്തരീക്ഷമാണ് നമുക്ക് തെക്കൻ ജില്ലകളിൽ കാണാൻ സാധിക്കുന്നത്. വരുന്ന മണിക്കൂറുകളിൽ ഇതിൽ മാറ്റം ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല ഇതിനോടൊപ്പം തന്നെ ശക്തമായിട്ടുള്ള കാറ്റും ഉണ്ടാകും എന്നുള്ളൊരു അറിയിപ്പ് കൂടി പറയുന്നുണ്ട്. മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിലുള്ള കാറ്റ് അനുഭവപ്പെടുമെന്നുള്ള അറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. കഴിഞ്ഞ ദിവസവും അടക്കം ഇതുമായി ബന്ധപ്പെട്ട് കാലാവസ്ഥാ വകുപ്പ് നൽകിയ മുന്നറിയിപ്പ് പ്രകാരമാണെങ്കിൽ 27-ാം തീയതി വരെ സംസ്ഥാനത്ത് വിവിധ ഇടങ്ങളിൽ മഴയുണ്ടാകുമെന്നുള്ളതാണ്. ഈ ബംഗാൾ ഉൾക്കടലിന് സമീപം ഒരു ചക്രവാക ചുഴി രൂപപ്പെട്ടിരുന്നു 2 ദിവസങ്ങൾക്ക് മുമ്പ്. അത് ന്യൂനമർദ്ദമായി രൂപപ്പെട്ടതിന്റെ ഫലമായാണ് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ മഴ ലഭിക്കുന്നത്. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ മഴ ഉണ്ടാകുമെന്നാണ്. നാളെ തിരുവോണ ദിവസമായ നാളെയും മഴ ഉണ്ടാകുമെന്നാണ് നിലവിൽ വന്നിരിക്കുന്ന കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യെല്ലോ അലേർട്ടാണ് നാളെ നൽകിയിരിക്കുന്നത്. പക്ഷേ വരുന്ന മണിക്കൂറുകളിൽ ഈ പ്രവചനങ്ങളൊക്കെ മാറാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നുള്ളൊരു നിർദ്ദേശം കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. അശ്വതി രാഖി. ശരി വീണ.